പശ്ചിമ ബംഗാൾ ഗവർണറും മലയാളിയുമായ ഡോക്ടർ CB ആനന്ദബോസ് രാജിവെച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമ്മളെ തേടിയെത്തിയത്. ആനന്ദബോസ് സ്വമനസാലെ രാജിവെച്ചാണോ അതോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഥവാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. രണ്ടാമത്തേതിനാണ് കൂടുതൽ സാധ്യത. കാരണം ഇദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച കൂട്ടത്തിൽ തന്നെ തമിഴ്നാട് ഗവർണർ RN രവിയെ പശ്ചിമ ബംഗാളിൽ ഗവർണറായിട്ട് അയച്ചത്. മാത്രവുമല്ല, ആനന്ദബോസ് രാജിവെച്ചേക്കും എന്ന യാതൊരു സൂചനയും നേരത്തെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെയും അത് ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഡാർജിലിംഗിൽ നടക്കുന്ന വലിയൊരു പരിപാടിയിൽ ഇദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കൂടെ പങ്കെടുക്കേണ്ടത്. അതിനു മുമ്പായിട്ടാണ് പുള്ളിയുടെ രാജി വളരെ പെട്ടെന്ന് ഉണ്ടായത്. എന്താണ് ആനന്ദബോസിൻ്റെ രാജിയിലേക്ക് നയിച്ച സംഭവം എന്ന് ചോദിച്ചാൽ, ആനന്ദബോസ് ഒരു BJPയുടെ നേതാവൊന്നുമല്ല. അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരു സിവിൽ സർവൻ്റാണ്, ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. കേരളത്തിൽ പ്രധാനപ്പെട്ട പല പദവികളും വഹിച്ചിട്ടുള്ള ആളാണ്. പിന്നീടാണ് അദ്ദേഹം സമീപകാലത്താണ് BJPയിൽ ചേർന്നത്. BJPയിൽ വേറെ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല, പശ്ചിമ ബംഗാളിൽ ഗവർണറായിട്ട് നല്ല മെയ്വഴക്കമുള്ള ഈ ഭരണഘടനാ വ്യവസ്ഥകളും നിയമ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ വേണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചത്. നേരത്തെ നമ്മുടെ ജഗദീപ് ധൻഖഡ് ആയിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ. അദ്ദേഹവും മമതാ ബാനർജിയും തമ്മിൽ നിത്യവും വഴക്കായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കി ഉയർത്തി ആനന്ദബോസിനെ പശ്ചിമ ബംഗാളിലേക്ക് അയച്ചു. ജഗദീപ് ധൻഖഡിന് ഉപരാഷ്ട്രപതി കസേരയിലും അധികം നാളിരിക്കാൻ പറ്റിയില്ല. ആഭ്യന്തരമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രീഭൂതനായി പുള്ളി അവിടുന്ന് രാജിവെച്ചു പോകേണ്ടതായിട്ട് പോകും. പുള്ളി എന്തിനു വേണ്ടിയാണ് രാജിവെച്ചതെന്ന് ആർക്കും ഇന്ന ദിവസം വരെ അറിയില്ല. ബാക്കിയെല്ലാം ഊഹോപോഹങ്ങൾ മാത്രമാണ്. അങ്ങനെ 3.5 കൊല്ലമായിട്ട് പശ്ചിമ ബംഗാളിൽ സാമാന്യം വിജയകരമായിട്ട് മുന്നോട്ട് പോയ ആളാണ് ആനന്ദബോസ്. മാത്രമല്ല, അദ്ദേഹം അവിടെ ചെന്ന അന്ന് മുതൽക്ക് മമതാ ബാനർജിയെയും ബംഗാളിലെ പൊതുസമൂഹത്തെയും സ്വാധീനിക്കാൻ വേണ്ട പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആദ്യം തന്നെ ബംഗ്ലാ ഭാഷ പഠിക്കുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, വെറുതെ പ്രഖ്യാപിക്കുകയല്ല, അദ്ദേഹം ബംഗ്ലാ ഭാഷ പഠിക്കാൻ തുടങ്ങി. അതിന് ചില ആശാന്മാരെയൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ അദ്ദേഹം പഠിക്കും. 100 ദിവസത്തിനകത്ത് ബംഗ്ലാ സംസാരിക്കാൻ തുടങ്ങുന്ന പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ പഠനം പൂർത്തീകരിച്ച് ബംഗ്ലാ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനുമൊക്കെ അദ്ദേഹം ബംഗ്ലായിൽ സംസാരിക്കാൻ തുടങ്ങി. റേഡിയോ പ്രഭാഷണമൊക്കെ അങ്ങനെ. പിന്നെ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഗവർണർ എന്നുള്ള കപ്പാസിറ്റിയിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ തുടങ്ങി. കേവലം ഭരണഘടനയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള ഗവർണറല്ല എന്ന് തെളിയിച്ചു. പല വിഷയങ്ങളിലും മമതാ ബാനർജിയായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. അപ്പോൾ പോലും ഒരു പരസ്പര ബഹുമാനം അവർ തമ്മിൽ കാത്തു സൂക്ഷിച്ചു. മമതാ ബാനർജി ഇടയ്ക്ക് ഗവർണറെ വിമർശിക്കും, ഗവർണർ ഇടയ്ക്ക് മമതാ ബാനർജിയെ വിമർശിക്കും. പക്ഷെ അതിനപ്പുറത്ത് വലിയ ഏറ്റുമുട്ടലുണ്ടായി. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അവധിക്ക് ഞാൻ കൽക്കട്ടയിൽ പോയപ്പോൾ ഗവർണർ ആനന്ദബോസിനെയും സന്ദർശിച്ചു. ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് സംസാരിച്ചു. അദ്ദേഹം ഞാൻ ചെന്നപ്പോൾ വളരെ സ്നേഹമായിട്ട് സ്വീകരിച്ചു. ഒരു ഷാളൊക്കെ അണിയിച്ചു. അതുകൂടാതെ ചില മധുരപലഹാരങ്ങളും അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഒരു ഉപഹാരമായിട്ട് തരികട്ടെ. പക്ഷെ ഈ സംസാരിച്ച സമയത്തിനുള്ളിൽ അദ്ദേഹം ഞാൻ മിക്കവാറും രാഷ്ട്രീയമാണ് സംസാരിച്ചത്. ഗവർണർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു പരിധിക്കപ്പുറം വിട്ടുപറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം സംസാരിച്ചത് എനിക്ക് തോന്നിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുള്ളിയെ വിശ്വാസമാണ്. ഒരു ഗവർണർ എന്ന രീതിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും ഇദ്ദേഹത്തോട് താല്പര്യമാണ്. അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഇടയ്ക്ക് സംഘടനകളും ഒക്കെ ഉണ്ടാറുണ്ടെങ്കിൽ പോലും പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ BJP നേതാക്കൾക്ക് അവർക്ക് ഇദ്ദേഹത്തെ ഗവർണറായിട്ടല്ല, ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് ആവശ്യം. പ്രതിപക്ഷക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ചെയ്യേണ്ടുന്ന കാര്യം അത് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാനാണ് ഈ വിവാദത്തിൽപ്പെട്ട ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പുള്ളി വഴങ്ങിയില്ല. കാരണം ഒരു ഗവർണർക്ക് ചില പരിധികളും പരിമിതികളൊക്കെ ഉണ്ട്. ഗവർണർക്ക് ലീഡർ ഓഫ് ഓപ്പോസിഷനായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ സുവേന്ദു അധികാരി ചെയ്യേണ്ട ജോലി അധികാരി ചെയ്യണം, ആനന്ദബോസ് ചെയ്യേണ്ട ജോലി ആനന്ദബോസ് ചെയ്യണം. ഈ 2 പദവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചു മാറാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഇതായിരുന്നു അവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയത്. മാത്രവുമല്ല, ഒരു കാര്യം ഞാൻ പറയും, ഇത് ആനന്ദബോസ് പറഞ്ഞല്ല, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ബോധ്യത്തിലും പെട്ട കാര്യമാണ്. ഈ മമതാ ബാനർജി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം
അവർ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് എളുപ്പമല്ല. കാരണം ഇവർക്ക് വലിയ പ്രതിച്ഛായയുണ്ട്. അവർ എങ്ങനത്തെ വ്യക്തിയാണെങ്കിലും ബംഗാളിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ ആ മമതാ ബാനർജിക്ക് വലിയ ഒരു പരിവേഷമുണ്ട്. മാർക്സിസ്റ്റുകാരും ബി ജെ പിക്കാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് അവരെ എതിർക്കുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അവരുടെ കാലശേഷം എന്തുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അനന്തരവൻ വരാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്കാർ അധികാരം പിടിക്കും, അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി റിവൈവ് ചെയ്യും, എന്തുകൊണ്ടെങ്കിൽ സംഭവിക്കും. പക്ഷേ ഈ മമതാ ബാനർജി ഉയരോടും ആയുസ്സോടും കൂടി ഇരിക്കുന്നിടത്തോളം കാലം അവരെ മാറ്റാൻ ആരും വിചാരിച്ചാലും സാധിക്കില്ല. കാരണം അവർക്ക് ജനപിന്തുണയുണ്ട്. അവർ എതിർക്കുന്നവർക്ക് ജനപിന്തുണയില്ല എന്ന് മാത്രമല്ല, ഇവർ മിക്കവാറും എല്ലാവരും ലോക കള്ളന്മാരാണെന്നുള്ള കാര്യവും ബംഗാളിലെ നാട്ടുകാർക്ക് അറിയാം. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇനി എന്തിൻ്റെ പേരിലാണ് ആനന്ദബോസ് രാജിവെച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്വം സാമാന്യം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ട് തന്നെയാണ് രാജ്ഭവനോട്, ഇപ്പോൾ രാജ്ഭവനല്ല ലോക് ഭവനോട് യാത്ര പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവർണറായിട്ട് വാഴ്ചക്കാലം ബംഗാളിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം.